രാജ് താക്കറെയുടെ NDA പ്രവേശനമുടൻ BJP MNS സീറ്റ് ചർച്ചയിൽ ധാരണയായിരിക്കുന്നു. ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യം തുടരും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷനും സ്ഥാപക നേതാവുമായ രാജ് താക്കറെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അതോടൊപ്പം തന്നെ BJPയുടെ മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിനൊപ്പമാകും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും മത്സരിക്കുക. ഇന്നോ അതല്ലെങ്കിൽ നാളെയോ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 സീറ്റ് MNSന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകാനാണ് ധാരണ. ഒപ്പം ഈ വർഷം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാജ് താക്കറെയുടെ MNS NDAയുടെ ഭാഗമായി നിന്ന് മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ശിവസേനയിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് INDA മുന്നണിയുടെ ഭാഗമായാണ് ശിവസേനയുടെ സ്ഥാപക നേതാവായ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ ഉള്ള ശിവസേന നിലവിൽ INDA മുന്നണിയുടെ ഭാഗമാണ്. സ്വാഭാവികമായും ഉദ്ധവ് താക്കറേക്ക് വലിയ പ്രതിരോധം തീർക്കലാകും ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ നേതാവ് രാജ് താക്കറെയുടെ സാന്നിധ്യം. കാരണം ഈ ഉദ്ധവ് താക്കറെയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് 2006-ൽ രാജ് താക്കറെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ ഉദ്ധവ് താക്കറെ രാജ് താക്കറെയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ബാൽ താക്കറേക്ക് ശേഷം തൻ്റെ അടുത്ത അനുയായി അല്ലെങ്കിൽ പിൻഗാമി ആരാകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും അന്ന് തന്നെ ശിവസേനയിൽ രൂപപ്പെട്ടു. മകനായ ഉദ്ധവ് താക്കറെ ആ സ്ഥാനം സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൽ അതൃപ്തരായാണ് ബാൽ താക്കറെയുടെ അനുജന്റെ പുത്രനായ രാജ് താക്കറെ പിന്നീട് 2006-ൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിച്ചത്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവാകുവാനുള്ള രാജ് താക്കറെയുടെ ശ്രമം പല ഘട്ടങ്ങളിലും മഹാരാഷ്ട്രയിൽ വിജയിച്ചില്ല. കാരണം ഒരു ഭാഗത്ത് BJP കരുത്താർജിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശിവസേന തങ്ങളുടേതാണ് എന്ന വാദവുമായി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന നിലനിന്നു. അതിനാൽ രാജ് താക്കറേക്ക് ഒരു കൃത്യമായ സ്പേസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇതുവരെ രൂപപ്പെട്ടിരുന്നില്ല. എന്തായാലും വലിയ അനുയായികളുള്ള തീപ്പൊരി പ്രാസംഗികനായ ബാൽ താക്കറെയുടെ അതേ ശൈലിയിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാജ് താക്കറേക്ക് വലിയൊരു അവസരം കൂടിയാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ NDAയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നത് കൂടിയാണ് രാജ് താക്കറെയുടെ ഈ NDA പ്രവേശനം. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ നാളെയോ രാജ് താക്കറെ ഔദ്യോഗികമായി NDAയുടെ ഭാഗമാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അനിൽ നമ്പ്യാർ.